ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു കളർ സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് മുട്ടക്കാട്ട് ചെമ്മീൻ കിട്ടി. ചെമ്മീനാണോ ലോബ്സ്റ്ററാണോ എന്ത് പറയണം നടത്തില്ല, ആ സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് മറ്റേ ഈ ബ്ലൂ കളർ കാലുള്ള ചെമ്മീനുണ്ടല്ലോ, ആ സാധനം. സോ അതിൻ്റെ അകത്തും ദശയുണ്ടെന്നാണ് പറഞ്ഞത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങ നീര്, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കൈയൊക്കെ മുറിയാൻ നല്ല സാധ്യതയുണ്ട്. ബിക്കോസ് ആ ഒരു കാല് കണ്ടോ, ആ കാലിന് നല്ല മൂർച്ചയുള്ള മുള്ളു പോലത്തെ സാധനമാണ്. അപ്പോൾ എനിക്കും എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞായിരുന്നു ഗൈസ്. ഇത് കണ്ടോ, നമ്മുടെ കയ്യിൻ്റെ അത്രയും നമ്മൾ വലിയൊരു ചെമ്മീൻ, അതിൻ്റെ തലയാട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. എനിക്ക് ചെമ്മീൻ്റെ തലയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൈഡിൽ ഇങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ, സോ അതെൻ്റെ ഫേവറേറ്റാണ്. സോ ഇനി നമ്മൾ ഇതും കൂടെ മസാല വരട്ടി, സോ ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് വേവിക്കേണ്ട, ഒരുപാട് നമ്മൾ വേവിച്ചാൽ റബ്ബർ പോലെ ഇരിക്കും. സോ ഒരു മീഡിയം പരുവത്തിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കാലും അതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ കിടന്നങ്ങ് വെന്തോളും, നമുക്ക് സീനില്ല. ഇത് ഒരുപാട് വേവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. സോ നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മതി. ഒന്ന് 2 സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് അത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ ചതച്ചത് ഒന്ന് അതേ എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എത്രത്തോളം കൊച്ചുള്ളി എടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊച്ചുള്ളി എടുത്താൽ അത്രത്തോളം ടേസ്റ്റ് വരും. സോ നമ്മൾ കൊച്ചുള്ളി എടുത്തു. ഞാൻ പിന്നെ ഒരു 1/2 സബോളയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വഴട്ടി എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡിലോട്ട് നമ്മുടെ മസാലകളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നമ്മുടെ മറ്റേതെല്ലാം ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ഇത് സൈഡിലൊന്ന് മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവരെല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നടുക്കോട്ട് തക്കാളി വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബാക്കിയുള്ള മിക്സായിട്ട് ഫുള്ള് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം അത് അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ ഉടയും. അതിനകത്തോട്ട് നമ്മൾ തേങ്ങ, നമ്മൾ ഇവിടെ 1/4 പാല് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പാല് അതിനകത്തോട്ട് അഴിച്ചെടുക്കുക. അപ്പോൾ ഈ പാല് കുറച്ചും ഇങ്ങനെ കുറുകുറാകുമല്ലോ, സോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും പിന്നെ 2 കീറിയ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് അടച്ച് കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു കുറുക്കുറായിരിക്കുക. അപ്പോൾ ആ കുറുക്കുറാ സാധനത്തിലോട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ച് നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടല്ലേ, അതായത് നമ്മളതിട്ട് വറ്റിച്ചെടുക്കുക. അപ്പം ആ തേങ്ങാപ്പാലിൻ്റെ അകത്തുള്ള എണ്ണയിൽ ഇതിങ്ങനെ മീൻസ് അതിനകത്തുനിന്ന് ഉരുകുമല്ലോ, ആ ഉരുകിയ എണ്ണയും ഈ ഒരു മസാലയെല്ലാം കൂടി അടിപൊളി സാധനം കേട്ടോ. സോ അതിൻ്റെ അകത്ത് ഡെക്കറേഷനായിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില,